പോലീസിൽ കേട്ടുകേഴ്വിയില്ലാത്ത മറുപടിയാണിത്. സസ്പെൻഷന് ശേഷമുള്ള മൂന്നാമത്തെ നോട്ടീസിനാണ് ഉമേഷ് വള്ളിപുള്ളി തെറ്റാതെ കുറിച്ചിരിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി ആഗസ്റ്റ് 2 രാവിലെ 10 മണിക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസിൽ എത്തണമെന്നതാണ് നോട്ടീസിലെ ആവശ്യം. അല്ലാത്തപക്ഷം എക്സ്പാർട്ടിയായി കണക്കാക്കി തുടർ നടപടി മുന്നറിയിപ്പുമുണ്ട്. എന്നാൽ അന്നേ ദിവസം എത്താനാകില്ല എന്നാണ് ഉമേഷ് പറയുന്നത്. കാരണം കയ്യിൽ കാശില്ല. 8 മാസമായി ശമ്പളം തടഞ്ഞു വെച്ചിരിക്കുന്നു. നിയമപ്രകാരമുള്ള സസ്പെൻഷൻ ആനുകൂല്യവും കിട്ടുന്നില്ല. കാര്യം ഇങ്ങനെയാണെന്നിരിക്കെ കോഴിക്കോട് നിന്നും പത്തനംതിട്ടയിൽ എത്തണമെന്ന് നിർബന്ധിക്കുന്നത് വൈരാഗ്യബുദ്ധിയോടെയാണെന്ന ആക്ഷേപവും മറുപടിയിലുണ്ട്. ആഗസ്റ്റ് 2 മുൻപ് ശമ്പളമോ ആനുകൂല്യമോ ലഭിക്കുന്ന പക്ഷം പത്തനംതിട്ടയിലെത്താം. അല്ലെങ്കിൽ തന്റെ സൗകര്യം കൂടി കണക്കിലെടുത്ത് തുടർ നടപടി കോഴിക്കോട് ക്രമീകരിക്കണമെന്ന അഭ്യർത്ഥനയുമുണ്ട്. പോലീസുകാർക്കിടയിലെ ആത്മഹത്യയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് തുറന്ന് കത്തെഴുതിയതിനാണ് ഉമേഷിനെ ഒടുവിൽ സസ്പെൻഡ് ചെയ്തത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. കെ അഭിലാൽ നമുക്കൊപ്പുണ്ട്. അഭിലാൽ, സേനകൾക്കൊരു അച്ചടക്കമുണ്ട് അല്ലെ? അത് പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥമാണ്. അതിലൊന്നും ഒരു തർക്കവുമില്ല. പക്ഷേ നമ്മൾ തന്നെ പലപ്പോഴും ക്യാമ്പയിനായിട്ടൊക്കെ നൽകിയിട്ടുള്ളതാണ് പോലീസുകാർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം. അത് ഈ അടുത്ത കാലത്ത് എത്രയോ ആത്മഹത്യകൾ കണ്ടു. കാരണം ആളുകളെ സംരക്ഷിക്കേണ്ട അവർ മനക്കരുത്തോടു കൂടി അല്ലേ ഇരുന്നാലല്ലേ നമുക്ക് ഒരു കാര്യം ചെന്ന് പറയാൻ അത് അവർക്ക് മര്യാദയ്ക്ക് കേൾക്കാനും അതിനുള്ള നടപടികളും എടുക്കാൻ കഴിയും. ഇത് അവരെ ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യുമെന്നുള്ള ഒരു ആകുലതയിൽ ഇരുന്നാൽ പിന്നെ അവരുടെ സേവനം അതുപോലെയായി പോകും. അപ്പോൾ എത്രയോ ആത്മഹത്യകൾ കണ്ടു. വേണ്ട വിധത്തിൽ ചില ഇടപെടലുകളൊക്കെ നടന്നു, ചില ബോധവൽക്കരണങ്ങളൊക്കെ നടന്നു. പക്ഷേ അതൊന്നും ഫലം കണ്ടതായി അറിവില്ല. അപ്പം അങ്ങനെ വളരെ ഗുരുതരമായൊരു പ്രശ്നത്തെക്കുറിച്ചാണ് അദ്ദേഹവും ഇട്ടത്. അച്ചടക്കം എന്നുള്ള ഒരു വിഷയം അവിടെ നിൽക്കുന്നു, ഞാൻ മാനിക്കുന്നു. പക്ഷേ അതിന് ഇങ്ങനെയും ഈ ഒരു മറുപടി നൽകാൻ ഇന്ന സ്ഥലത്ത് എത്തണം അങ്ങനെയുള്ളൊരു ഒരു പീഡന സ്വഭാവത്തിലുള്ള ഒരു നടപടികളിലേക്കൊക്കെ പോകേണ്ടതുണ്ടോ? അതിന് പോലീസ് ഉന്നത തലത്തിൽ നിന്നുള്ള ന്യായീകരണമൊക്കെ എന്താണ്? ദിവിഷ്, സാധാരണഗതിയിൽ പോലീസിൽ നിന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ഒന്നുകിൽ വാർത്തകളോട് വലിയ കൗതുകമുള്ള ആളുകളിൽ നിന്നായിരിക്കും, അതല്ലെങ്കിൽ എതിർപക്ഷത്തു നിന്നുള്ള ആളുകൾ ചോർത്ത് കളക്കുന്നതായിരിക്കും. ഉമേഷിൻ്റെ കാര്യത്തിൽ ഇത് രണ്ടുമല്ല സംഭവിക്കുന്നത്. ഉമേഷ് നേരിട്ട അച്ചടക്ക നടപടികൾ, അതേ തുടർന്ന് അയാൾക്ക് ലഭിക്കുന്ന നോട്ടീസുകൾ, അതിന് നൽകുന്ന മറുപടികളെല്ലാം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം പരസ്യപ്പെടുത്തുകയാണ്. ചുരുക്കത്തിൽ തനിക്ക് ലഭിക്കുന്ന ഓരോ നോട്ടീസിനും അയാൾ നൽകുന്ന മറുപടി അടക്കമുള്ളവ പൊതുസമൂഹത്തിൽ ചർച്ചയാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നിയന്ത്രണങ്ങൾ ഏറെയുള്ള പോലീസ് സേനയിലെ ഒരു അംഗമെന്നുള്ള തരത്തിൽ പോലും കാര്യങ്ങൾ വിലയിരുത്തുന്ന ഘട്ടത്തിലും അദ്ദേഹം പൊതുസമൂഹത്തിൽ ചർച്ചയ്ക്കുള്ള വകയൊരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടായത് മെയ് മാസം 30-ാം തീയതിയാണത്. മുഖ്യമന്ത്രിക്ക് അയച്ച ഇമെയിൽ സ്വന്തം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പരസ്യപ്പെടുത്തി എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയായി അദ്ദേഹം അതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നത് 2 വിഷയങ്ങളാണ്. ഒന്ന്, പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥർ നിരന്തരമായി ആത്മഹത്യ ചെയ്യുന്നു. 2, DYSP പോലീസുകാരുമടക്കം അങ്കമാലിയിൽ ഗുണ്ടകളുടെ സൽക്കാരത്തിൽ പങ്കെടുക്കുന്ന സാഹചര്യം. അപ്പോൾ പോലീസ് സേനയിൽ വലിയൊരു വിഭാഗം ഇപ്പോഴും ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്ക് കൂട്ടുപിടിക്കുന്നു എന്നുള്ള വിഷയം ഉന്നയിക്കുമ്പോൾ തന്നെ അദ്ദേഹം പോലീസ് സേനയിലെ സാധാരണപ്പെട്ട ആളുകൾ, ഏറ്റവും താഴേക്കിടയിൽ ജോലി ചെയ്യുന്ന ആളുകൾ നേരിടുന്ന പ്രയാസങ്ങൾ മുഖ്യമന്ത്രി അറിയുന്നുണ്ട് എന്നുള്ള ചോദ്യമാണ് അദ്ദേഹത്തിന് അയച്ച ഇമെയിലിൽ പറയുന്നത്. ഒപ്പം തന്നെ മരണമടയുന്നവരുടെ കുടുംബാംഗങ്ങളെ സമാശ്വസിപ്പിക്കുന്ന തരത്തിൽ ഒരു അനുശോചന സന്ദേശം പോലെ ഉന്നത ഉദ്യോഗസ്ഥരോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടാകാത്തത് ആ കുടുംബങ്ങൾക്കുണ്ടാക്കുന്ന വേദന ചെറുതല്ല എന്നുകൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഒപ്പം അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള എന്നുള്ള ഇമെയിൽ ID-യിലേക്ക് കത്തയക്കുമ്പോഴും മുഖ്യമന്ത്രി ഇത് വായിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല, ആരെങ്കിലും തന്നെ ഇത് വായിച്ചാൽ തന്നെ പിരിച്ചുവിടാനുള്ള ഒരു മാർഗം കൂടിയായി ഇതിനെ കാണും എന്നുള്ള കാര്യം കൂടി ചേർത്തുകൊണ്ടാണ് ഉമേഷ് ഈ കത്ത് അവസാനിപ്പിച്ചിട്ടുള്ളത്. 3-ാം ദിവസം അദ്ദേഹത്തിന് സസ്പെൻഷൻ കിട്ടി. തുടർന്ന് അദ്ദേഹം കോഴിക്കോടേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നടപടിയുടെ ഭാഗമായ തുടർ കാര്യങ്ങളും സ്വന്തം വിഷയങ്ങൾ വിശദീകരിക്കാനുള്ള ഒരു അവസരവും നൽകുന്നതിൻ്റെ ഭാഗമായാണ് 3-ാം തവണയും കഴിഞ്ഞ ദിവസമായിട്ട് അദ്ദേഹത്തിന് നോട്ടീസ് ലഭിക്കുന്നത്. എന്നാൽ 8 മാസമായി തനിക്ക് ശമ്പളമില്ല, ന്യായമായി ലഭിക്കേണ്ട സസ്പെൻഷൻ കാലയളവിലെ ആനുകൂല്യങ്ങളും തടഞ്ഞു വെച്ചിരിക്കുന്നു. ചുരുക്കത്തിൽ തൻ്റെ കയ്യിൽ പൈസ ഇല്ല. അത് ആ സാഹചര്യത്തിൽ എങ്ങനെ കോഴിക്കോട് നിന്നും പത്തനംതിട്ടയിലേക്ക് വരുന്നു എന്നുള്ള വിഷയമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. 2 തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഇതിലുണ്ട്. ഒന്ന്, വ്യക്തിവൈരാഗ്യം വലിയ തോതിൽ സേനയിൽ താൻ നേരിടുന്നു എന്നുള്ള വിഷയം പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുന്നു. മറു സൈഡിൽ സേനയുടെ അച്ചടക്കമെന്നുള്ള വലിയ വിഷയം മുന്നിൽ നിൽക്കുന്നുണ്ട്. 2 വിഷയവും ഏത് തരത്തിൽ കൈകാര്യം ചെയ്യപ്പെടണം എന്നുള്ള അത് ഒരുപക്ഷെ കോടതിയിലായിരിക്കും എത്തിച്ചേരുക. എന്തായാലും മറുപടിയുമായി ശക്തമായ മറുപടിയുമായി മുന്നോട്ട് പോകുന്നു. അത് ഏത് ഉദ്യോഗസ്ഥനയച്ച നോട്ടീസിനും ശക്തമായ ഭാഷയിൽ തന്നെ മറുപടി പറയുന്നു. അത് പൊതുമാധ്യമത്തിലൂടെ, സമൂഹ മാധ്യമത്തിലൂടെ പുറത്തുവിടുന്നു എന്നതിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള വകുപ്പ് തലപെടുന്ന നടപടി ശക്തമായി തൻ്റെ മേൽ വന്നാൽ അത് നിയമ പോരാട്ടത്തിലൂടെ അതിനെ മറികടക്കാൻ ആവശ്യമായ
സജ്ജീകരണങ്ങൾ താൻ ഒരുക്കുന്നുവെന്ന സൂചന കൂടി ഉമേഷിൻ്റെ പോസ്റ്റുകളിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ശരിയാണ് അഭിലാൽ പറഞ്ഞ പോലെ അതൊരു നിയമ പോരാട്ടത്തിലേക്ക് തന്നെ ആയാലും ഇപ്പോൾ രണ്ട് ഭാഗത്തും അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ഗൗരവമുള്ളതാണ്. പക്ഷേ സേനയുടെ അച്ചടക്കം എന്നതും ഗൗരവമുള്ളതാണ്. അത് നമുക്കതിലൊരു കാര്യം പറയാനേ ഇല്ല. തീർച്ചയായും അത് കോടതിയിലൊക്കെ എത്തേണ്ട സാഹചര്യം വരുമെന്ന് തോന്നുന്നു. അവർ തീരുമാനിക്കട്ടെ. ശരി അഭിലാൽ.